يشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد وعلى آل إبراهيم وعلى إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أولا بتقوى أعوذ بالله من الشيطان الرجيم. وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها فإذا جاء وعد الآخرة ليسوء وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا عسى ربكم أن يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ വളരെ മഹത്തായ ഒരു ദിനമാണ് ഇന്നും നാളെയും. ഈ പഴയകാല സ്മരണ യഥാർത്ഥത്തിൽ പുതുക്കുമ്പോൾ വളരെ വേദനാജനകമായ ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ലോകരാഷ്ട്ര നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും അതുപോലെ മനുഷ്യന്മാരുടെയും ഒക്കെ അഭ്യർത്ഥനകളൊക്കെ നിരസിച്ചുകൊണ്ട് ഏതാണ്ട് ഒരാഴ്ച കാലം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം പലസ്തീൻ ജനതയെ ശരിയായ നിലയിൽ തന്നെ പീഡിപ്പിക്കുകയും ചുട്ടുകൊല്ലുകയും ചെയ്യുന്നു. നമുക്കറിയാം, ലോകത്തിലെ ഒരുപാട് രാഷ്ട്ര നേതാക്കളും മതപണ്ഡിതന്മാരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ വളരെ ശക്തമായി അപലപിക്കുകയും മനുഷ്യത്വരഹിതമായ കിരാതമായ ഈ നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബുധനാഴ്ച വെടിനിർത്തൽ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. പലപ്പോഴും ഇത് വെടിനിർത്തലുണ്ടാവുകയും വീണ്ടും ആരംഭിക്കുകയൊക്കെ ചെയ്ത ഒരു ചരിത്രം ആ പ്രദേശത്തിനുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടതല്ല എന്നുള്ള അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സ്വഭാവ സവിശേഷതകൾ അവർ വീണ്ടും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ യഥാർത്ഥത്തിൽ അനധികൃതമായിട്ടാണ് 1948 അറബികളുടെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കും പോലെ ഉണ്ടാക്കിയെടുത്തത്. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവദാസൻ എന്നാണ്. അതാണ് മഹാ അത്ഭുതകരമായ സംഗതി. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവദാസൻ. യാക്കൂബ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് നൽകിയ ഒരു പേരാണ് ഇസ്രായേൽ എന്ന്. യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അകത്തേക്ക് പല പ്രാവശ്യം ഉറപ്പിച്ചതാണ്. കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർക്കുന്നു. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഈജിപ്തിൽ എത്തപ്പെടുകയും പിന്നെ അവിടെ അധികാര സ്ഥാനത്ത് വരികയും ചെയ്തു. യൂസുഫിന്റെ കാലത്താണ്
യാക്കൂബിന്റെ മക്കൾ, അതായത് ഇസ്രായേൽ സന്താനങ്ങൾ, ബനി ഇസ്രായേൽ, കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തു. അന്നവർക്ക് അവിടെ യൂസുഫ് നബിക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ബഹുമാനാദരവുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. നാട്ടിലുള്ള കിബിത്തികളെക്കാൾ പല തരത്തിലും ഔന്നിത്യം അവർക്കുണ്ടായിരുന്നു. തൗഹീദിന്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരെ തൗഹീദ് പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ പരക്കെ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിന് ശേഷം അവര് തൗഹീദിന്റെ ദർശനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും നാട്ടുകാരായ ആളുകാരും ചേർന്ന് ബിംബാരാധന പോലുള്ള ഏർപ്പാടുകൾ നടത്തുകയും ചെയ്തു. നാട്ടുകാരെക്കാൾ മോശമായ തരത്തിലുള്ള ബിംബാരാധനയും പലിശയിടപാടും കൊള്ളലാഭവും പിടിച്ചുപറിയൊക്കെ നടത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ എന്നുള്ള ആ ഒരു സ്ഥാനത്തു നിന്ന് അവർ മാറിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈജിപ്തിലെ അടിമകളാക്കാനുണ്ടായത്. ഒരുപാട് കാലം അടിമത്തം അവർ പേര് ജീവിക്കേണ്ടി വന്നു. വേദനയും രോദനവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ടാണ് അന്ന് ഇസ്രായേൽ ജനത ഒരു പ്രതാപകാലത്തിന് ശേഷം അവിടെ ഈജിപ്തിൽ ജീവിച്ചത്. ഒരുപാട് കാലത്തെ ഈ അടിമത്തത്തിന്റെ വേദന അനുഭവിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാറൂൻ നബിയും മൂസ നബിയും വിമോചകരെ അയക്കുക. ഹാറൂൻ നബിയും മൂസ നബിയും കൂടി ഫിറഔന്റെ സദസ്സിൽ നിന്ന് ഇവരെ വിമോചിപ്പിച്ചു കൊണ്ടുപോകുന്ന സുദീർഘമായ ചരിത്രം ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു വിമോചന ചരിത്രം ഈ മൂസ നബിയുടെയും ജനതയുടെയും ചരിത്രമാണ്. മൂസ എന്ന പേരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. മൂസ നബി അലൈഹിസ്സലാം സ്വന്തം ജനതയെ ഈജിപ്തിന്റെ അവിടുത്തെ ഫറോവ കിങ്കരന്മാരിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന പുറപ്പാടിന്റെ ദിവസമാണ് മഅറഫത്ത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നുമൊക്കെ. ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷമാണ് ആ പുറപ്പാടുണ്ടായത്. 40 വർഷം നീണ്ടുനിന്ന ആ പുറപ്പാടിൽ ഒരുപാട് അനുസരണത്തിന്റെയും അനുസരണക്കേടിന്റെയും കഥകളൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പുറപ്പാടായി, ഏറ്റവും ദൂരം താണ്ടിയതും ഏറ്റവും കാലമെടുത്തതും അതായിരുന്നു. അത് ഒരു മനുഷ്യ സമൂഹത്തിൽ സത്യവിശ്വാസികളുടെ മോചനത്തിന്റെ നാള് എന്നുള്ള നിലയ്ക്ക് ഈ ദിവസം നോമ്പനുഷ്ഠിക്കുവാൻ ആ പ്രവാചകന് ശേഷം വന്ന എല്ലാ അനുയായികളും ചെയ്തിരുന്നു എന്നുള്ളതാണ്. മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് ഈ ദിവസം ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് ഫറഔന്റെയും കിങ്കരന്മാരുടെയും പിടിത്തത്തിൽ നിന്ന് മോചനം കിട്ടിയ മോചനത്തിന്റെ നാൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മൂസയോട് ഞങ്ങൾ ആണ് നിങ്ങളെക്കാൾ അടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ഞാൻ അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തെ മോചിപ്പിച്ചതിന്റെ ഒരു ഓർമ്മയാണ് ഈ നോമ്പ്. പിൽക്കാലത്ത് സന്ദർഭവശാല് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബല എന്നൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മോചനത്തിന്റെ ദിനവുമായി ബന്ധപ്പെട്ടാണ്. അവര് മോചിച്ച് വരികയാണ്, സത്യവിശ്വാസികളാണ്. എന്നിട്ട് അവര് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. അവര് ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസയുടെ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതായി പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭ്യമായിക്കൊണ്ട് മൂസാ നബിയുടെ കൂടെ, സ്വന്തം പ്രവാചകന്റെ കൂടെ വരികയാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ രാത്രിയായി. പുറകിൽ ഫിറഔന്റെ സൈന്യമുണ്ട്, മുമ്പിൽ കടലുണ്ട്. മൂസാ നബി പോലും ബേജാറായി. അതായത് സുൽസിലു, അവരെല്ലാം വിറച്ചുപോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകനും കൂടെ ഉള്ളവർ. അപ്പൊ മൂസയുടെ ആളുകൾ ചോദിച്ചത്, അനുയായികൾ അപ്പം തന്നെ വെച്ച്, എങ്ങോട്ടാണ് മൂസ നീ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഈ കടലിൽ കൊല്ലാനാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കാൻ പറഞ്ഞു. മൂസ വടി കൊണ്ടടിക്കുന്നു. അങ്ങനെ
സിനായ് മരുഭൂമിയിൽ വന്ന് അവിടെ താവളമടിച്ചു. മൂസാ നബി അലൈഹി സ്വലാമെ അള്ളാഹു തആല തൗറാത്ത് നൽകാൻ വേണ്ടി ക്ഷണിച്ച സിനായ് പർവ്വതത്തിലേക്ക് പോകുമ്പോൾ നാട്ടിലൊരു പശുക്കുട്ടി ആരാധിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ അടുത്തൂടെ അവർ കടന്നുപോയി. അങ്ങനെ പശുക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ച കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരുപാട് അനുസരണക്കേട് തൗഹീദിന്റെ ആൾക്കാർ ഏത് തരത്തിലുള്ള ഈ അടിമത്തത്തിന്റെ ഒരു സ്വഭാവമാണെന്ന് മാറില്ല. ധിക്കാരികളുമാണ്. അവരെ അവസരം കിട്ടുമ്പോഴൊക്കെ ധിക്കാരം പ്രവർത്തിക്കുന്നത് അവരുടെ സ്വഭാവമാണെന്ന് മൂസാ നബിക്ക് വളരെ പ്രയാസം ഉണ്ടായിട്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്റെ ജനതയെ? നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളിലേക്കുള്ള ഒരു പ്രവാചകനാണെന്ന്. എന്നിട്ടും ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവർ തെറ്റി, സന്മാർഗത്തിൽ നിന്ന് അവർ തെറ്റിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇത് ഒരുപാട് സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവസാനം അവരുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേൽ, അതായത് ഫലസ്തീൻ, സിനായ് മരുഭൂമി ഈജിപ്തുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്ന് വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് എത്താനാണ് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത്, നിയോഗിച്ചത്. മൂസാ നബി അക്കാര്യം പറഞ്ഞു. ആളുകളെ തെരഞ്ഞെടുത്തു, അവിടെ പോയി നോക്കി, പരിശോധിച്ചു വന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, അവിടെ കുറെ ബിംബാരാധകരായ അധാർമികൾ, ധർമ്മച്യുതിയിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് സത്യസന്ദേശം തൗഹീദ് സ്ഥാപിക്കാനാണ് അല്ലാഹു തആല. അതുകൊണ്ട് അങ്ങോട്ട് പുറപ്പെടാൻ പറഞ്ഞു. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ബലിഷ്ഠന്മാരായ കുറെ ആളുകളുണ്ട്, അവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇന്ന അലൻ നദ്ഖുലഹ അബദാ മാ ദാമൂ ഫിഹാ. അവരവിടെ ഉള്ളിടത്തോളം കാലം മൂസ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കടക്കണ പ്രശ്നം തന്നെ ഇല്ല. അവസാനം മൂസാ നബി നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഫദ്ഹബ് അന്ത വറബ്ബുക ഖാതിലാ ഇന്നാ ഹഹുനാ ഖായിദൂൻ. അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ നീ നിന്റെ പടച്ചവനും കൂടെ പോയി ഞങ്ങൾ യുദ്ധം ചെയ്ത ആള് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. സ്വന്തം പ്രവാചകനോട് ഇത്രയും ധിക്കാരം പറഞ്ഞ ഒരു ജനത ലോക ചരിത്രത്തിൽ വേറെയില്ല. അത്രയും കഠിന ധിക്കാരികളായിരുന്നു ആ ജനത. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യുന്നറിയാം? ആ ഒരൊറ്റ കാരണം കൊണ്ട് പ്രവാചകനോട് ധിക്കാരം കാണിച്ച നീ നിന്റെ പടച്ചവനോട് പോയി യുദ്ധം ചെയ്യുക എന്ന് ഒന്നടങ്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 40 കൊല്ലം ആ മരുഭൂമിയിൽ തെണ്ടിത്തിരിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഉണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. 40. ഈ പറഞ്ഞവരെല്ലാവരും മരിച്ചു. പുതിയ തലമുറയിൽ ആള് വന്നതിന് ശേഷമാണ് മൂസാ നബിയും ഹാറൂൻ നബിയും മരിച്ചു പോയിട്ട് ഖാലിഫ് ബിൻ യൂഫനെയും യൂഷ ബിൻ നൂന്റെയും നേതൃത്വത്തിലാണ് അവർ ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നത്. മൂസാ നബി അവരോട് പറഞ്ഞു, നിങ്ങൾ ഫലസ്തീനിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ഗോത്രവർഗ്ഗങ്ങളുണ്ട്. ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമാണ്. അവർ കൊള്ളപ്പലിശ വാങ്ങുന്നവരാണ്, വ്യഭിചരിക്കുന്നവരാണ്, അനാവശ്യം കാണിക്കുന്നവരാണ്. അവരുടെ കൂടെ അവരുടെ സംസ്കാരത്തിൽ ഒന്നും പോയി കൂടരുത്. നിങ്ങൾ തൗഹീദിന്റെ നീതിയുടെ യഥാർത്ഥ സംസ്കാരം സ്ഥാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിതനായ പ്രവാചകന്റെ അനികളാണ്, അതനുസരിച്ച് പ്രവർത്തിക്കണം. യൂഷയും ഖാലിബിൻ യൂഫനെയും ഒക്കെ ഒരുപാട് ഉപദേശിച്ചു. പക്ഷെ അവരവിടെ ചെന്നിട്ട് അവിടെയുള്ള ആളുകളുടെ കൂടെ എല്ലാ തോന്നിയാസത്തിനും കൂടി എന്നുള്ളതാണ്. തൗഹീദിന്റെ ആളുകൾ അവിടെ ചെന്നിട്ട് സത്യവിശ്വാസികളായിക്കൊണ്ട് തന്നെ എല്ലാ തോന്നിയാസത്തിനും. അവസാനം ആ തോന്നിയാസത്തിൻ്റെക്ക് മുമ്പോട്ട് പോയപ്പോൾ അവരുമായിട്ട് ഉടക്കുണ്ടായി. യുദ്ധം ചെയ്ത് അവരെ പൂർണ്ണമായിട്ടും പുറത്താക്കി. അങ്ങനെ ഒരിക്കൽ ജയിച്ചടക്കിയ പലസ്തീനിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന്, അന്ന് ഇസ്രായേലിന്റെ പേരില്ല, പലസ്തീനിൽ നിന്ന് അവർ പുറത്തായപ്പോൾ ഭയങ്കരമായ സങ്കടവും വേദനയും പ്രയാസമുണ്ടായി. അവരിൽ ഇങ്ങനെ നിരന്തരമായി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പുറത്താക്കപ്പെട്ടത് ശംവേൽ പ്രവാചകന്റെ നാളുകളിലാണ്. അവർ പ്രവാചകനോട് പോയി പറഞ്ഞു, ഞങ്ങൾ എന്തായിരുന്നാലും ചെയ്തതൊക്കെ തോന്നിയാസായിപ്പോയി, ധിക്കാരായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേതാവിനെ നിയമിച്ചു തരിക. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് യുദ്ധം ചെയ്ത് ദൈവത്തിന്റെ നാട് തിരിച്ചു പിടിച്ച് വാഗ്ദത്ത ഭൂമിയിൽ തൗഹീദ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ താലൂത്തിനെ ശംവേൽ പ്രവാചകൻ അവർക്ക് നേതാവായി കൊടുത്തു. കരുത്തനായ താലൂത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സമരം നടത്തുകയും ഫലസ്തീൻ പിടിച്ചെടുക്കുകയും 16 വർഷം അദ്ദേഹം ഭരിച്ചു. അതിനുശേഷം തൊട്ടുടനെ ദാവൂദ് അലൈഹിസ്സലാം വരുന്നു. 39 കൊല്ലം അദ്ദേഹം ഭരിച്ചു. തൊട്ടുടനെ മകൻ ലോക ചക്രവർത്തിയായ സുലൈമാൻ നബി വരുന്നു. 39 കൊല്ലം അദ്ദേഹവും
ആ നാട് ഭരിച്ചു. 94 കൊല്ലം ലോക ചരിത്രത്തിൽ ഇത്രയും സുദീർഘമായ ഒരു കാലം ഒരു കമ്മ്യൂണിറ്റിക്ക് നേതൃത്വം നൽകപ്പെട്ടിരുന്നത് എന്ന് കാണാൻ കഴിയില്ല. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ, അന്ന് ഇസ്രയേലല്ല, ഫലസ്തീന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലും ഓർക്കുന്നുണ്ട്. അത് ഓർക്കാൻ അവരോട് പറയുന്നുണ്ട്. യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഇന്നി ഫളൽതുകും അലൽ ആലമീൻ. ഇസ്രായേൽ സമൂഹം, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മോൾ ചൊരിഞ്ഞു തന്നത് നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങളെ ലോക ജേതാക്കളും നേതാക്കളുമാക്കി, ലോകത്തിലെ ഏറ്റവും വലിയ മഹാന്മാരായ മനുഷ്യന്മാരാക്കി, ലോകത്തിൽ നയിക്കാൻ പറ്റുന്ന ആളുകളാക്കി നാം വളർത്തിക്കൊണ്ടുവന്ന അനുഗ്രഹത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ഓർക്കണമെന്ന് ഈ ജനതയോട് നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ഏറ്റവും ഉത്തമമായ ചരിത്രം ആ 94 വർഷം കഴിഞ്ഞ് സുലൈമാൻ നബിയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ രാജ്യം രണ്ടായി വിഭജിച്ചു. ഒന്ന് യഹൂദ രാജ്യവും ഒന്ന് ഇസ്രായേൽ രാജ്യവും. ഫലസ്തീനിന്റെ, അതായത് ജെറൂസലേമിന്റെ ഭാഗത്തൊക്കെ ഉള്ളത് യഹൂദ രാജ്യം, ഇങ്ങോട്ട് ജോർദാന്റെ ഭാഗത്തേക്ക് വരുന്ന വടക്കൻ പലസ്തീന് ഇസ്രായേൽ രാജ്യവുമായിട്ടാണ് മാറിയത് എന്നുള്ളതാണ്. അന്നാണ് ആദ്യമായിട്ട് ഇസ്രായേൽ രാഷ്ട്രം ആ പഴയ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ. യഹൂദ എന്ന് പറയുന്നത് ഈ ഗോത്രത്തിൽ ഒരാളുടെ പേരാണ്. ഹിദായത്ത്, നന്മ ലഭിച്ചവൻ. അവർ മുസ്ലിങ്ങളായിരുന്നു, പൂർണ്ണമായും മുസ്ലിങ്ങളായിരുന്നു. അവർ ആ ഇസ്ലാം കളഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് അവർ യഹൂദികളായി മാത്രം അറിയപ്പെട്ടപ്പോഴാണ് അവർ ജൂതന്മാരായത്. യഥാർത്ഥത്തിൽ അവരുടെ പേര്, സ്വന്തം പേര് മുസ്ലിങ്ങൾ എന്നായിരുന്നു. യഹൂദ ഗോത്രത്തിൽപ്പെട്ട സ്വന്തം നാമം പോലും വിസ്മരിച്ചുകൊണ്ട് പെരുമാറിയത്. ഇവര് രാജ്യം രണ്ടായി. സുലൈമാൻ നബിയുടെ ഈ ഏതാണ്ട് 100 കൊല്ലത്തെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ വൈജ്ഞാനിക മേഖലയുടെ അഭിവൃദ്ധിയുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ ശേഷം സുലൈമാൻ നബിയുടെ കാലത്തിന് ശേഷം രണ്ടായിരുന്നു. ഈ രണ്ട് വിഭാഗക്കാരും പരസ്പരം അടിക്കാൻ തുടങ്ങി. പിന്നെ അവരിലധികം പേരും ബിംബപൂജകരായി, വ്യഭിചാരികളും തോന്യാസികളുമായി മാറി. അവരിടയിൽ വീണ്ടും പരിഷ്കരണത്തിന് പ്രവാചകന്മാര് ഒരുപാട് വന്നുകൊണ്ടിരുന്നു. ദാവൂദ് നബി ഭരിക്കുമ്പോൾ തന്നെ, ദാവൂദ് നബി അവരെ നയിക്കുമ്പോൾ തന്നെ ദാവൂദ് നബിയോട് അനുസരണക്കേട് കാണിച്ചതിന് ദാവൂദ് നബിയുടെ പേരിൽ ശാപമുണ്ടായി. ദാവൂദ് നബിയുടെ നാവിനാൽ ശാപമുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഈസാ നബിയും അവരെ ശപിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ഇസ്രായേൽ ജനതയിലെ ധിക്കാരികളായ, നിഷേധികളായ ആളുകൾ ദാവൂദിന്റെയും ഈസയുടെയും മറിയമിന്റെ പുത്രൻ ഈസയുടെയും നാവിനാൽ ശപിക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം പ്രവാചകന്മാരാൽ ശാപം ഏറ്റുവാങ്ങിയത് ഈ ജനത. ഇതുപോലൊരു ജനത ലോകത്ത് വേറെണ്ടല്ലോ. മൂസാ നബി ശപിച്ചിട്ടുണ്ട്, ഹാറൂൻ നബി ശപിച്ചിട്ടുണ്ട്, ദാവൂദ് നബി ശപിച്ചിട്ടുണ്ട്, അതുപോലെ സുലൈമാൻ നബി ഭയങ്കര മാറ്റി തുറന്നിട്ടുണ്ട്. ശാപത്താചരിക്കാൻ പറഞ്ഞപ്പോ അതിന് ധിക്കാരം കാണിച്ചു. ഇങ്ങനെ ഒരുപാട് സ്വന്തം പ്രവാചകന്മാരുടെ ശാപമേറ്റുവാങ്ങുന്ന ഒരു ധിക്കാരപരമായ സ്വഭാവം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്ത് കാണിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു അത് എന്നുള്ളതാണ്. ജെറൂസലേമിലെ യഹൂദ രാഷ്ട്രവും ശാമര്യയിലെ ഇസ്രായേൽ രാഷ്ട്രവും വളരെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിലാണ് പിന്നീട് ഏർപ്പെട്ടത്. അവരെ യഥാർത്ഥത്തിൽ നന്നാക്കാൻ വന്ന എല്ലാ പ്രവാചകന്മാരെയും അവർ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചില പ്രവാചകന്മാരെ അവർ കൊല്ലുകയും ചെയ്തു. 1-2 ബൈബിളിൽ വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകാം. ഏലിയാവ് എന്ന് പറഞ്ഞ ഇല്യാസ് നബി, അദ്ദേഹത്തിന് ജനങ്ങളുടെ ദ്രോഹം സഹിക്കവയ്യാതെ ദഅവത്ത് തൽക്കാലം അപേക്ഷിച്ച് സിനായി മരുഭൂമിയിലെ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒളിച്ചു കഴിയേണ്ടി വന്നു. ആ പോക്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രാജാക്കന്മാരെന്ന ബൈബിളിലെ പഴയ നിയമത്തില് അധ്യായം 19 വാക്യം 1 മുതൽ 10 വരെ എടുത്തു പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ പ്രവാചകന്മാരെ അവർ വാൾ കൊണ്ടുവന്നു, ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അന്നേരം പ്രാർത്ഥിക്കുന്നത്. യഹൂദ രാഷ്ട്രത്തിലെ ബിംബാരാധന, വ്യഭിചാരം, അതിനെല്ലാം എതിർത്ത എല്ലാ ആളുകളെയും, ഇല്യാസ് നബി മാത്രമല്ല, സക്കരിയ നബിയെ യഥാർത്ഥത്തിൽ ഹൈക്കൽ സുലൈമാനിലെ വിശുദ്ധ ഗൃഹത്തിൽ വെച്ച് അവർ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത്. ദിനവൃത്താന്തം അധ്യായം 24 വാക്യം 21 ബൈബിളിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവര് സക്കരിയ നബിയെ കല്ലെറിഞ്ഞു കൊന്നു. ഇരമ്യാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദേഹോദര ഏൽപ്പിച്ച്
അവസാനം വെള്ളവും ഭക്ഷണമൊന്നും കൊടുക്കാതെ കാരാഗ്രഹത്തിലിട്ട് എല്ലും തോലുമായി മരിക്കാനാവുമ്പോ കയറിൽ കെട്ടി ചളിയിൽ പൂഴ്ത്തുകയുണ്ടായത് ഒരു പ്രവാചകന്. ഇത്രയും ധിക്കാരം ലോക ചരിത്രത്തിൽ മറ്റാരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്നാപക യോഹന്നാൻ, നിങ്ങൾക്കറിയാം, യഹ്യ നബി യേശുക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകാൻ വന്ന ആള് എന്നൊക്കെ സാധാരണ നമ്മൾ ബൈബിളിലൊക്കെ വായിക്കാറുണ്ട്. സ്നാപക യോഹന്നാൻ. യഹ്യ നബിയെ ഹെറോദോസ് എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു ജൂതന്മാരുടെ. ഇദ്ദേഹത്തിന്റെ പ്രബോധനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അവിടെ നാട്ടിൽ വ്യഭിചാരം മ്ലേച്ഛമായി മോശമായി പരസ്യമായി നടക്കുന്ന ഒരു കാലഘട്ടം. ഈ രാജാവിന്റെ കാലഘട്ടം. വ്യഭിചാരം ഒരു തൊഴിലും ആളിലേക്കൊരു ഹോബിയുമായി നടക്കും. പലിശപ്പണം വാങ്ങിച്ചിട്ട് കൊള്ളയടിക്കുക, ഇങ്ങനെ അക്രമം പ്രവർത്തിക്കുക, ധിക്കാരം പ്രവർത്തിക്കുക. അപ്പോ യഹ്യ നബി അതിനെതിരെ ശബ്ദിച്ചപ്പോ ഒരു നർത്തകിക്ക് പറ്റി, രാജാവിന്റെ കാമുകിയായ ഒരു നർത്തകിക്ക് പറ്റിയില്ല. അവള് പറഞ്ഞു അവന്റെ തല എടുത്തുകൊണ്ടുവരാൻ. രാജാവ് ആ കാമുകിയുടെ പേരിൽ ആ പുണ്യാത്മാവിന്റെ തല അറുത്ത് യഥാർത്ഥത്തില് തളികയിൽ വെച്ചുകൊണ്ട് കൊടുക്കുകയുണ്ടായത്. ഏറ്റവും മോശകരമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മ്ലേച്ഛമായ ധിക്കാരപരമായ പെരുമാറ്റമാണ് ഇത്. നാണയില്ലാതെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മാർക്കോസ് അധ്യായം 6 വാക്യം 17 മുതൽ 29 വരെ ബൈബിളിലെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാര്യം ജൂതന്മാരല്ലാതെ എഴുതിയത്. അതിനുശേഷം വന്ന ഇന്നത്തെ ക്രിസ്തവരെന്നറിയപ്പെടുന്നവരുടെ പിതാക്കന്മാരാണ് അത് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നടന്നിരുന്ന മ്ലേച്ഛമായ മോശമായ ആ സംഗതികൾ മനസ്സിലാക്കാൻ എസെക്കിയേൽ പ്രവാചകൻ യഹോവയുടെ പേരിൽ ജെറൂസലത്തെ നോക്കി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു സംഗതി എസെക്കിയേൽ ബൈബിളിൽ പറയുന്നുണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ ആ ജനതയുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ജെറൂസലേമിനെയാണ്, അതായത് അവിടുത്തെ ജനതയെ നോക്കിക്കൊണ്ട് പറയാണ്, സ്വന്തം അതിർത്തിക്കുള്ളിൽ രക്തം ചൊരിഞ്ഞ് ദുർവിധി ക്ഷണിച്ചു വരുത്തുന്ന നഗരമേ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി സ്വയം മലിനമായി തീരുന്ന നഗരമേ, നിനക്ക് കഷ്ടം. നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരിയായിരിക്കുന്നു. നീ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലീമസമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ പ്രഭുക്കന്മാർ ഓരോരുത്തരും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരിയുവാനാണ് നിന്നിലിരിക്കുന്നത്. നിന്റെ മധ്യ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. നിന്റെ മധ്യ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു. നിന്നിൽ വെച്ചവർ അനാഥനെയും വിധവയെയും ഉപദ്രവിക്കുന്നു. നിന്റെ വിശുദ്ധ വസ്തുക്കൾ നീ വെറുത്തു. എന്റെ വിശുദ്ധ വസ്തുക്കൾ നീ വെറുത്തു. എന്റെ ശാബത്തുകൾ നീ മലീമസമാക്കി. രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിലുണ്ട്. പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട്. കാമപരി കൊണ്ട് അഴിഞ്ഞാടുന്നവർ നിന്നിലുണ്ട്. അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നവർ നിന്നിലുണ്ട്. ഋതുമതിയെ പ്രാപിക്കുന്നവർ നിന്നിലുണ്ട്. അവർ അയൽക്കാരന്റെ ഭാര്യയുമായി മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടുന്നു. കാമപരി കൊണ്ട് മരുമകളെ കളങ്കപ്പെടുത്തുന്നു. ചിലർ തന്റെ അപ്പന്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു. രക്തം ചിന്താൻ കോഴ വാങ്ങുന്നവർ നിന്നിലുണ്ട്. പലിശയും കൊള്ളലാഭവും വാങ്ങി നീ കൂട്ടുകാരനെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്നോ യഹോവായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ, പിന്നെ യഹോവ ചോദിക്കുക ഖിയാമത്ത് നാളിൽ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചിഹ്നിപ്പിക്കും. രാജ്യങ്ങളിൽ ചിതറിച്ചു നിന്റെ മലിനത നിന്നിൽ നിന്ന് നീക്കും. ജനതകളുടെ ദൃഷ്ടിയിൽ നീ കളങ്കിതയാകും. ഞാൻ യഹോവയെന്ന് അന്ന് നീ അറിയും. എസെക്കിയേൽ അധ്യായം 22 വാക്യം 3 മുതൽ 16 വരെ. ഇങ്ങനെ ഈ ഒരു ചിത്രീകരണത്തിലൂടെ തന്നെ ആ നാട്ടിലെ ജനതയുടെ ധിക്കാര മനോഭാവം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്ത് ബനി ഇസ്രായേലിലെ ആദ്യ 2-3 ആയത്തുകളാണ്, 3-4 ആയത്തുകളാണ് ഞാൻ ഓതിയത്. وَقَضَيْنَا إِلَى بَنِي إِسْرَائِيلَ فِي الْكِتَابِ لَتُفْسِدُنَّ فِي الْأَرْضِ مَرَّتَيْنِ وَلَتَعْلُنَّ عُلُوًّا كَبِيرًا. ഇസ്രായേൽ സമൂഹത്തിന്റെ അവള് നാം പറഞ്ഞിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു, നിങ്ങൾ ഭൂമിയിൽ അക്രമം കാണിക്കും, നിങ്ങൾ അക്രമം കാണിക്കും, ധിക്കാരം കാണിക്കും, അന്നേരം നിങ്ങളുടെ ഞാൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്ന് പറഞ്ഞു. അതായത് ഇദാ ജാഅ വഅദു ഉലഹുമാ ബഅസനാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദ്. കഠിന പ്രഹരശേഷിയുള്ള അള്ളാഹുവിന്റെ അടിമകൾ, അവർ സത്യവിശ്വാസികളായിരുന്നില്ല. ബാബിലോണിയിലെ ഖുത്ബ് നസറാണ് ഇത് എന്ന് പരാമർശമുണ്ട്. ബാബിലോണിയിലെ ഖുത്ബ് നസർ യഥാർത്ഥത്തിൽ ബിംബപൂജകനായിരുന്നു. അവർ സത്യവിശ്വാസികളായ ഈ ഇസ്രായേൽ ജനതയെ അടിച്ച് തകർക്കുകയാണ്. പള്ളി, ഹൈക്കൽ, സുലിമ എല്ലാം അടിച്ച് തകർത്ത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് അവര് വീടുകളിൽ ഇരച്ചു കയറി
അലൈക്കും അവർ വീട്ടുകളിൽ ഇരച്ചു കയറി കണ്ണി കണ്ടതെല്ലാം അടിച്ച് തകർത്ത് പെണ്ണുങ്ങളെ പിടിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ അടിമകളാക്കി നശിപ്പിച്ച് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തന്നെ മുഖച്ചായ മാച്ചുകളാണ്. എന്നിട്ട് കുറെ കാലം അവര് നാട് വിട്ടുപോയി. ഒരുപാട് ആളെ നാട് കിടത്തി. 48 കൊല്ലം അവര് പരദേശികളായി ജീവിക്കേണ്ടി വന്നു. പിന്നീട് ഖുതുബ് നസറിന്റെ പിൻഗാമിയെ ഒരു പേർഷ്യൻ രാജാവ് പരാജയപ്പെടുത്തിയിട്ട് ഇസ്രയേലുകാർക്ക് സഹായം ചെയ്ത് കൊടുത്തപ്പോൾ 48 വർഷത്തിന് ശേഷം വീണ്ടും അവരവിടെ വരികയാണ്. അതായത് അള്ളാഹു എടുത്ത് പറയാതെ ആ പരാജയത്തിന് ശേഷം നിങ്ങൾക്ക് നാം അവരുടെ മേൽ വിജയം നൽകുകയും നിങ്ങൾക്ക് സന്താനങ്ങൾ വർദ്ധിപ്പിച്ചു തരികയും ധനം നൽകുകയും അധികമുള്ള ആളുകളാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് രണ്ടാമത് വീണ്ടും നിങ്ങൾ അനാവശ്യം കാണിക്കുകയാണ്. അതിനിടയിൽ അല്ലാഹു പറയും നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ നന്മ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾ തിന്മ ചെയ്താൽ ഇതിന്റെ തിന്മ നിങ്ങൾക്ക് തന്നെയാണ്, അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടാം പ്രാവശ്യത്തെ രണ്ടാമത്തെ വാഗ്ദാനം വന്നപ്പോ നിങ്ങളുടെ മുഖത്ത് മ്ലാനത പരത്തിക്കൊണ്ട് പണ്ടവർ മസ്ജിദിൽ കയറിയതുപോലെ ഇരച്ചു കയറിയതുപോലെ അങ്ങോട്ട് ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്തും ചുറ്റുപാടിലേക്ക് ഇരച്ചു കയറി എല്ലാം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. AD 70 ഈസാ നബിക്ക് ശേഷം 70 ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. AD 70 ഇത് ചെയ്തതിനു ശേഷം അവരുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേദനാജനകമായൊരു സംഭവം ഉണ്ടായിട്ടില്ല. ലോകത്തിന്റെ നാനാഭാഗത്ത് അവർ ചിതറിപ്പോയി എന്നുള്ളത്. 1878 വർഷം ലോകം മുഴുവൻ നടക്കുന്ന തെണ്ടികളെ വണ്ടറിങ് ജൂ എന്നൊരു കഥാപാത്രം തന്നെ ഉണ്ടായി. വിശ്വസാഹിത്യത്തിലും സിനിമയിലും വണ്ടറിങ് ജൂ, തെണ്ടിത്തിരിയുന്ന ജൂതൻ എന്ന ഒരു സംഗതി ഉണ്ടായി. ധിക്കാരോ, ഒരു വലിയ ജനസമൂഹം, ഒരു വലിയ ഉന്നതന്മാരായ പ്രവാചകന്മാരുടെ ശ്രേണി, ലോകത്തിലെ ഏറ്റവും മഹത്തരമായ പ്രദേശം, ഇതെല്ലാം കയ്യിൽ കൊടുത്തിട്ട് ധിക്കാരവും അഹങ്കാരവും തോന്യാസവും കാണിച്ച് രക്തം ചിന്തിയും മദ്യപിച്ചും വിഭജിച്ചും അതുപോലെ അനാവശ്യം കാണിച്ചും ലോകത്തിലെ ധിക്കരിച്ച ഈ ജനത, ആ ജനതയെക്കുറിച്ച് അല്ലാഹു വളരെ കൃത്യമായും ഭംഗിയായും ഖുർആനിലൂടെ ബൈബിളിലൂടെയും പറഞ്ഞു തരുന്നുണ്ട്. ബൈബിളിൽ ആദ്യത്തിന് ശേഷം ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ പറയും. 1878 കൊല്ലം AD 70 ശേഷം 1878 കൊല്ലം അവർ ലോകത്ത് വണ്ടറിങ് ജൂ ആയിട്ടാണ്. മദീനയിൽ കുറച്ച്, ജർമ്മനിയിൽ കുറച്ച്, യൂറോപ്പിൽ കുറച്ച്, കുറെ ആളുകൾ അമേരിക്കയിൽ കുടിയേറി, കുറെ ആളുകൾ ഓസ്ട്രേലിയയിൽ കുടിയേറി. ജർമ്മനിയിൽ പോയ ആളുകളെ ആധുനിക ലോകത്തിൽ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിലൂടെ 2 ലക്ഷം ജൂതന്മാരെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാൻ കഴിയും. മദീനയിലെ ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈസാ നബിയെ കുരിശ് തറച്ച് കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ കുരിശ് തറച്ച് ഒന്നു എന്നാണ് ഇന്നും അവർ വിശ്വസിക്കുന്നത്. ഈസാ നബിയെ കുരിശ് തറച്ചില്ല എന്നുള്ളത് കാര്യം. അങ്ങനെ എല്ലാ പ്രവാചകന്മാരോടും ഇത്ര ഹീനമായ നടപടിക്രമം സ്വീകരിച്ച ലോക ജനതയിലെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുണ്ടല്ലോ, ഇവരുമായിട്ടുള്ള ഇവരുടെ വംശം അള്ളാഹു തആല അവസാനിപ്പിച്ചോളൂ. 1948 UN ഉണ്ടാക്കിയ പുതിയ ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടപ്പോൾ 2ാം ലോക യുദ്ധത്തിന് ശേഷം തട്ടിക്കൂട്ടിയ UN പണം കൊടുത്ത് വോട്ട് വാങ്ങിയിട്ട് ഒരു 3-4 വോട്ടിന്റെ അധികത്തിൽ യൂറോ അമേരിക്കൻ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് 1948 ആ പഴയ പലസ്തീനില് ഇസ്രായേൽ എന്ന് പറഞ്ഞ് അനധികൃതമായ ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത്. അന്നേ ലോകത്ത് വിവരമുള്ളവർക്കാണ്. ഗാന്ധിജി പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ മണ്ണ് ഇന്ത്യക്കാർക്ക് എന്നുള്ളതുപോലെ പലസ്തീനിന്റെ മണ്ണ് പലസ്തീനുള്ളതാണ്. അതവിടെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ലോക സമാധാനത്തിന് എന്നും തലവേദനയായിരിക്കുമെന്ന് പറയുണ്ടായി. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ജൂതന്മാരവിടെ വിളിച്ചുകൂട്ടി. അവരവിടെ 64 കൊല്ലമായി. ലോക ചരിത്രത്തിലില്ലാത്ത ആധുനിക ലോകത്തിലെ പീഡന മർദ്ദന മുറകളാണ്. ഒരു ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ടു, അവരുടെ മക്കളെ കൊല ചെയ്തു, അവരെ പട്ടിണിക്കിട്ടു. ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ ഇതിന് 64 കൊല്ലമായിട്ടുണ്ട്. ഇനി കുറച്ചു കാലം കൂടി അത് നീണ്ടുനിൽക്കുന്നുള്ളതാണ്. ഇപ്പോ മുർസിയുടെ നേതൃത്വത്തിൽ നടത്തിയ വെടിനിർത്തൽ കൊണ്ട് പ്രത്യേകിച്ച് ആരും ആഹ്ലാദിക്കേണ്ടതൊന്നുമില്ല. കാരണം ഇവരുടെ ഈ പോക്ക് അവര് സിറിയയിൽ നുഴഞ്ഞു കയറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജോർദാനിൽ നുഴഞ്ഞു കയറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലെ പ്രകമ്പനം കൊള്ളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. അപ്പൊ ഇസ്രായേലിന്റെ കിരാതമായ പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായും അവരെ ഈ ഭൂമുഖത്ത് നിഷ്കാസനം ചെയ്യുന്ന ഒരു രംഗമുണ്ടാവുകയും ചെയ്തു. അഖീഫിലെ ഗിരിനിരകളിലൂടെ ഈ അവിടേക്ക് കയറി വരുന്ന ഇസ്രായേൽ സമൂഹത്തെ ചെറുത്തു നിൽക്കാൻ
മഹദിയുടെ പടയുണ്ടാവും. അത് കഴിഞ്ഞ് ഈസാ അലൈഹിസ്സലാമയുടെ വരവുണ്ടാവും. ബാബിലുദ്ദിൽ വെച്ച് അവരുടെ നേതാവ് ഈസാ അലൈഹിസ്സലാമെ കൊന്നുകളയും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ഒരു യുദ്ധം അവിടെ ഉണ്ടാകുന്നതാണ്. അതായത് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള. ഇന്നത്തെ ക്രൈസ്തവർ മുഴുവൻ സത്യവിശ്വാസികൾ ഈസാ നബിയുടെ വരവോടുകൂടി സത്യവിശ്വാസികളായി മാറിക്കഴിഞ്ഞു. പിന്നെ ജൂതന്മാരെ സമ്പൂർണമായും അവരെ പേടിച്ചിട്ട് ഓരോ കല്ലിനും മരത്തിനും പിന്നിൽ വിളിക്കുമ്പോ യാ മുസ്ലിം തആൽ വറ ഖൽഫി യഹൂദി ഫഖ്തുൽഹു എന്ന് പറയുന്നതാണ്. ഷജറും ഹജറും ഒക്കെ അങ്ങനെ പറയുന്ന ലോകത്ത് നിന്ന് അവരുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലമായി അവരെ നിഷ്കാസനം ചെയ്യുന്ന ഒരു രംഗമുണ്ടാവും. എന്നിട്ട് സത്യവിശ്വാസം സമ്പൂർണമായി നടപ്പാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുള്ളൂ. അപ്പൊ ലോക ചരിത്രത്തിലെ ഇത്രയും നിഷ്ഠൂരന്മാരായ ആളുകൾ അവിടെ ജീവിച്ചിരിക്കുന്നു. അവരുടെ സ്വഭാവം, പെരുമാറ്റം, രീതി, പൈതൃകം, ജീൻസ്, അതിലൊക്കെയുള്ള ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹദീസിലൂടെ അതിനെല്ലാം സർട്ടിഫൈ ചെയ്യുന്ന ഒരുപാട് നൂറുകണക്കിന് ബൈബിൾ വാക്യങ്ങൾ നമ്മളുണ്ട്. അവരോട് കൂട്ടുകൂടാൻ പോകാനും അവരോട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കാനും അവരെ പിന്തുണയ്ക്കാൻ നടക്കാനുള്ള ആളുകളുണ്ട്. അമേരിക്കയായാലും അവരെ പിന്തുണയ്ക്കുന്നതായാലും അവർക്കൊക്കെ ഏറ്റവും നല്ലത്, സമാധാനത്തിനും വികസനത്തിനും ഏറ്റവും നല്ലത് സത്യവിശ്വാസികളായ മനുഷ്യൻ അറബികളോടും മുസ്ലിങ്ങളോടും കൂട്ടുകൂടുകയാണ്. അല്ലാതെ എണ്ണത്തിൽ വളരെ കുറവുള്ള ഈ ഇസ്രായേലിയരെ നിന്ന് രക്ഷിക്കാൻ നിന്നാൽ അവർ തന്നെ സ്വയം നശിച്ചു പോകുമെന്ന് കാലാന്തരത്തിൽ തന്നെ മനസ്സിലാകും. പണ്ടത്തെ പോലെ സപ്പോർട്ട് ഇനി ഇസ്രായേലിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം ഈ ഒരു ചെറിയ ജനതയ്ക്ക് വേണ്ടി ലോകത്തിലെ മുഴുവൻ ആളുകളെയും വെറുപ്പിക്കാൻ യൂറോപ്പിനും അമേരിക്കയ്ക്കും സാധ്യമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അറബി ലോകത്ത് പുതിയ വസന്തമുണ്ടാവുകയും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക നവജാഗരണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകളും ആയത്തുകളും കൂടുതൽ ആഴത്തിൽ ആളുകൾ പഠിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പോക്കിനെ കുറിച്ച് സത്യവിശ്വാസികൾക്ക് ശരിയായ നിലയിലുള്ള ബോധം ഉണ്ടാവും. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് ഗസയിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുക. പക്ഷേ വല്ലാണ്ട് വേദനിക്കുകയും പ്രയാസപ്പെടുകയൊന്നും വേണ്ടതില്ല. കാരണം ഓരോന്നും സ്വർഗത്തിലേക്കുള്ള റോസാപ്പൂക്കളായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 111 ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ 111 ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് മാത്രമേ നമ്മൾ അതിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ അക്രമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നിരപരാധിയായ ആളുകളെ കൊല്ലപ്പെട്ടാൽ അവർ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസുഖൂൻ. ഞങ്ങളെല്ലാം അടിക്കണേ, കൊല്ലണേ, ഞങ്ങൾക്ക് മരിക്കാൻ പേടിയാണ് എന്ന് ബേജാറായി വിളിച്ചുകൊണ്ട് നടക്കാനൊന്നും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ സൃഷ്ടിച്ചതും സമുദായത്തെ പറഞ്ഞു നടക്കുന്നത്. അതെ, നമ്മള് സത്യത്തിന്റെ പാതയിലാണ്, നീതിയുടെ പാതയിലാണ്. വെള്ളം കിട്ടിയില്ലെങ്കിലും നമ്മളിവിടെ നിന്നുകൊണ്ട് ഈ നീതി പറയുന്ന ചുണക്കുട്ടികളെ പോലെ തന്നെ അവരുടെ ഐക്യദാർഢ്യത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ പോലെയുള്ള നാട്ടിലെ സർക്കാരുകൾക്ക് ഈ അക്രമികൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന്റെ ആവശ്യപ്പെടലുകൾ ഉണ്ടാക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് വിലപിക്കേണ്ട ഒരു സംഗതിയില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ കണൽ അണയണമെങ്കിൽ കുറച്ചു കാലം കൂടി എടുക്കേണ്ടത്. അതായത് ഈ ധിക്കാരവും അഹങ്കാരവും ഒക്കെ ഉള്ള ആളുകളെ എന്തുകൊണ്ട് പെട്ടെന്ന് അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞൂടാ എന്ന് പലപ്പോഴും നമ്മളെ ചെറിയ മനസ്സുകൾ ചിന്തിച്ചേക്കാം. അങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്വഭാവമല്ല. അള്ളാഹു അവന്റെ ഹുജ്ജത്ത് പൂർത്തിയാക്കിയതിനു ശേഷമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അവന്റെ ഹുജ്ജത്ത് പൂർത്തിയാക്കാൻ അള്ളാഹുവിന്റെ ദീനിനോടൊപ്പം സഞ്ചരിക്കുക, അതാണ് നമുക്ക് ഭൂഷണം. എല്ലാ സത്യവിശ്വാസികൾക്കും അതാണ് ആവശ്യം. അങ്ങനെ പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിലകൊള്ളാൻ അവൻ നിർദ്ദേശിച്ച രീതിയിലുള്ള ഫർദും സുന്നത്തും സ്മരണയൊക്കെ വർദ്ധിപ്പിക്കലാണ് മാർഗം. അതിൽപ്പെട്ട ഒന്നാണ് ഈ മുഹറത്തിലെ 10 നോമ്പ് പിടിക്കും.
ഇന്ന് പിടിക്കാത്തവർക്ക് നാളെ 10 പിടിക്കും. അത് ഈ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഉന്നതന്മാരായ പ്രവാചകന്മാർ വന്ന ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചനത്തിന്റെ ആ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കും. നിന്റെ അനുയായികൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ്, ബുദ്ധിമുട്ടിയിട്ടാണ്, ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഈ ദീൻ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. അത് നട്ടുപിടിപ്പിക്കാൻ നിന്റെ അനുയായികൾക്ക് കരുത്തും തന്റെ ഇടം ഉണ്ടാവണമെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കും, മനസ്സിലാകും. ത്യാഗം സഹിക്കാനും ബുദ്ധിമുട്ടാനും തയ്യാറുള്ളവർക്ക് മാത്രം ദീനുൽ ഇസ്ലാമിൽ നിലനിന്നാൽ മതി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വർഗമാണ് വാഗ്ദാനം. അതൊരു ഫ്രീ സപ്ലൈക്കുള്ള ഒരു സംഗതിയാണ്. എന്നും എല്ലാ കാലത്തും അനുഭൂതിപൂർവകമായി അവസാനിച്ചു പോകാതെ നിൽക്കുന്ന ആനന്ദം നമുക്കിന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അത്ര വലിയ ഒരു സംതൃപ്തിയുടെയും ആനന്ദത്തിന്റെയും ഒരു ഗേഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുന്നത്. ഹ്രസ്വമായ ഒരു കാലമേ അതിനുവേണ്ടി പണിയെടുക്കേണ്ടുള്ളൂ എന്നുള്ളത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സത്യവിശ്വാസത്തിന്റെ ആ തന്റെ ഇടം, ശക്തി, ഓജസ്, നീതി അത് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവനെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ധിക്കാരികളെ ഇങ്ങനെ ചാടിക്കളിക്കുമ്പോൾ കോംപ്രമൈസ് അല്ല. ധിക്കാരികളെ നിലയ്ക്ക് നിർത്താൻ പറയാൻ കഴിയണം. ധിക്കാരികളെ പിന്തുണയ്ക്കുന്നവരോട് പറയണം, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ്, നഷ്ടത്തിലാണ്. അവർ തന്നെ നഷ്ടത്തിലാണ്, നിങ്ങൾ നഷ്ടത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ ബൈബിളിൽ തന്നെ അമേരിക്ക ആണല്ലോ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പിന്തുണയുന്നത്. അവരംഗീകരിക്കുന്ന ബൈബിളിൽ തന്നെ ഇവരുടെ ഈ കൊള്ളരുതായ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം. പിന്നെ ഒരു കച്ചവട മനസ്ഥിതിയും ചില ചില്ലറ കോർപ്പറേറ്റ് ഏജന്റുമാരുടെ ഏർപ്പാടൊക്കെ ആയിട്ടുകൊണ്ടാണ് ഭരണകൂടങ്ങൾ അവരെ പിന്തുണച്ചിരുന്നത്. ജനം അങ്ങനെ ആവില്ല. അപ്പം മാറ്റം ഉണ്ടാവും, ഉടനെ തന്നെ മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. അങ്ങനെ ധിക്കാരികൾ അല്ലാഹുവിനോടുണ്ട്. എന്ന് അല്ലാഹുവിന്റെ ഒരു വാഗ്ദാനമുണ്ട്. നിങ്ങൾ ആവർത്തിച്ചാൽ നാമും ആവർത്തിക്കും. നിങ്ങളെ ഞാൻ തകർത്തു, നന്നാക്കി, പിന്നെയും തകർത്തു, ഇനിയും നന്നാക്കാൻ സാധ്യതയുണ്ട്. ഇനി ആവർത്തിച്ചാൽ നാമും ആവർത്തിക്കും. ഇത് ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, സത്യവിശ്വാസ സമൂഹമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന്. അതങ്ങനെ തന്നെ നടപ്പാക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. അതിനുശേഷം കുഴപ്പമുണ്ടായി. പിന്നെ ഈ സമുദായം ഒരു നേതൃത്വത്തിന് കീഴിൽ വന്നിട്ടില്ല. ഷിയത്ത് മുആവിയയും ഷിയത്ത് അലിയും, പിന്നെ ഫാത്തിമിയകളായി. പിന്നെ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കൂ. ഒരുപാട് ഇസ്രായേൽ സമൂഹം ചെയ്തതുപോലെ കൊള്ളലാഭവും തെമ്മാടിച്ചവും അനാവശ്യവും അഹങ്കാരവും തമ്മിത്തല്ലുമൊക്കെ ഈ സമുദായം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്തു? ഇതിനെ മുഴുവൻ അടിച്ച് തകർത്തിട്ട് ആ പഴയ ഇസ്മായിൽ വംശത്തിൽപ്പെട്ട അവർക്ക് കൊണ്ട് കൊടുത്തു ലോക നേതൃത്വം. ലോക നേതൃത്വം കഴിഞ്ഞ 500-600 കൊല്ലമായിട്ട് അവരായില്ല. നമ്മള് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിന്റെ പേരിൽ എടുത്തു മാറ്റപ്പെട്ട ഇതാണ്. തുർക്കി ഖിലാഫത്ത് ഒളിഞ്ഞു പോകുന്നതുവരെ പറയാനെങ്കിലും ഉണ്ടായിരുന്നു. അത് ഒളിഞ്ഞു പോയപ്പോ പിന്നെ പറയാനില്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു അത് ഒരുപാട് ആളുകൾ പരിഷ്കർത്താക്കൾ തൗബ ചെയ്ത് നന്നാക്കി കുട്ടികളെ പഠിപ്പിച്ചൊക്കെ വരുന്നുണ്ട്. പുതിയത് അല്ലാഹു സുബ്ഹാനഹു വതആല പുതിയ ലോക നേതൃത്വം സത്യവിശ്വാസത്തിന്റെ കരങ്ങളിലാണ് ഏൽപ്പിക്കുക. ഈ സത്യവിശ്വാസത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന നേതൃത്വത്തിന്റെ ഒടുവിലാണ് മഹദിയും പിന്നെ ഈസയും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ തയ്യാറായില്ലെങ്കിലും തയ്യാറാകുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും എന്ന് ഖുർആൻ കൊണ്ട് മദീന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സാർത്ഥവാഹ സംഘത്തോടൊപ്പം പോകാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ പിന്തിരിഞ്ഞു പോകലല്ല. സത്യവിശ്വാസത്തിന്റെ വീതിയിൽ ഉറച്ചു നിൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. അതിനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൽപാകങ്ങളും ചെറുപാകങ്ങളും ഭാഗത്തിലാണ് തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികളും മുൻകാല സത്യവിശ്വാസികളും പുറത്തുമാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന്
ജീവിച്ച് നിലനിൽക്ക് എത്തിയ ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂന്തോപ്പങ്ങളുടെ പൂന്തോപ്പുകളാക്കി മാറ്റണേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളെ പ്രകാശഭരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി തരണേ തമ്പുരാനെ. ഒരുപാട് രോഗികളുണ്ട്, ആ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി തരണേ തമ്പുരാനെ. സാമ്പത്തികമായ പ്രയാസങ്ങളെല്ലാം മാറ്റി കടങ്ങളെല്ലാം വീട്ടി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ശരിയായ നിലയിൽ ദീനിനെ മനസ്സിലാക്കാനും അത് അനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അക്രമികളുടെ അക്രമം നീ അമർച്ചയാണേ തമ്പുരാനെ. അല്ലാഹുവേ, ഗാസയിൽ മരിച്ചുപോയ ഓരോ സത്യവിശ്വാസിക്കും നീ സ്വർഗം ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ നാഥ. നാഥ, ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചുപോയ ഓരോരുത്തരും നീ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശേഷിച്ചിരിക്കുന്ന അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, തകർന്നു പോയ അവരുടെ എല്ലാ സംഭവങ്ങളും ഉടനെ തന്നെ നീ പുനരുദ്ധരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അക്രമികൾ അവരുടെ മേൽ മെക്കിട്ട് കയറുന്നത് നീ കാക്കണേ തമ്പുരാനെ. അക്രമികൾക്ക് നീ വാഗ്ദാനം ചെയ്ത ഒന്നാന്തരം പാഠം നൽകി അനുഗ്രഹിക്കണേ നാഥ. അക്രമികളെ നീ നിലക്ക് നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, അത് കണ്ട് പേടിച്ചരണ്ടോടുന്ന ഒരു മാനസികാവസ്ഥ സത്യവിശ്വാസികൾക്ക് നൽകല്ലേ തമ്പുരാനെ. ആർജവത്തോടെ ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടവും ശക്തിയും എന്നും എപ്പോഴും എവിടെയും സത്യവിശ്വാസികൾ നീ നൽകിയിരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. വിമോചനത്തിന്റെ ഈ പുണ്യദിനത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിനക്ക് തൃപ്തി വരുവോളം ഇബാദത്തെടുത്ത് സംതൃപ്തിയോടെ അനുഭൂതിയോടെ നിന്നിൽ അർപ്പിച്ച് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഖബറിടം പ്രവിശാലമാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. നിന്റെ ലിഖാ ഫിർദൗസിൽ വെച്ച് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.